ഹായ് ഗെയ്സ്. അപ്പം ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ മിസ്റ്റേക്സും ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരത്തെ പതിവില്ലാണ്ട് എഴുന്നേറ്റു. കാരണം ഒരു ക്ലയൻറ്റ് എനിക്ക് പെൻഡ്രൈവ് തരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. കുടയൊന്നും ഞാൻ എടുത്തില്ല, നല്ല വെയിലായിരുന്നു. പിന്നെ വേഗം ഫുഡ് കഴിക്കാനായിട്ട് പോയി. കാരണം എനിക്ക് പുറത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു പാഴ്സൽ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ആ പാഴ്സൽ എനിക്ക് ടേപ്പ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ടേപ്പ് മേടിച്ചിട്ട് ഞാൻ അച്ഛനത് ഒട്ടിച്ച് തരുവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ അച്ഛൻ എന്നെ കൊണ്ടാക്കി ഞാൻ നേരെ ത്രെഡ് ചെയ്യാൻ പോയി. നമ്മൾ പാഴ്സലൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് നേരെ ത്രെഡ് ചെയ്യാൻ പോയി. പിന്നെ അവിടെ നിന്ന് നല്ല ചില സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇപ്പോഴത്തെ വെയിൽ ഭയങ്കര വെയിലാണ്. അപ്പം ഞാൻ കുറച്ച് സാധനം മേടിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കൊളാബ് വന്നതിൻ്റെ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പരിപാടിയിലൊക്കെ ആയിരുന്നു. ഈ ഒരു പ്രോഡക്റ്റാണ് എനിക്ക് അവർ അയച്ചു തന്നത്. ഇൻസ്റ്റയിൽ ഹൈസോ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് എനിക്ക് ഈ പോളറോയിഡും ഈ ഒരു ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ള ഒരു കൊളാഷ് ഫ്രെയിമും വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഫ്രെയിമായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പാക്ക് ചെയ്ത് വെക്കണമല്ലോ അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ വെച്ച് സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു മുക്കുത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ റിങ് ടൈപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെയുണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാനത് ഇട്ടിട്ട് ഇങ്ങനെ കുറേ പഠിച്ചുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ വർക്ക് ചെയ്യാനിരുന്നപ്പോഴത്തേക്ക് എനിക്ക് കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ പോലെ തോന്നി. ഐ ഡ്രോപ്സ് ഉണ്ട്. അപ്പോൾ അത് ഒഴിച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു മൂഡിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു എഡിറ്ററാണ്. അപ്പം കുറച്ച് വർക്കൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ഫ്രൂട്ട്സ് മേടിച്ചെന്ന് പറഞ്ഞില്ല, അതിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ സീതപ്പഴമെന്നോ ആത്തയ്ക്കാന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് പഴുത്താണോ എന്ന് എനിക്കറിയില്ല. കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ മേടിക്കണം എന്ന് മേടിച്ചു. ഇതെങ്ങനെ പൊട്ടിക്കും, ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല എനിക്ക്. പിന്നെ ഞാനൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് വന്നു. എങ്ങനെയൊക്കെയോ അറിയാവുന്ന പോലൊക്കെ ചെത്തി എന്തൊക്കെയോ ആക്കി അത് 2 പീസാക്കി കഴിച്ച് നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായത് അത് പഴുത്തിട്ടില്ലായിരുന്നു ഗെയ്സ്. ഒരു വൃത്തികെട്ട കയ്പ്പ് ചൊവ്വയുണ്ടോ. ഞാൻ അതിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് മേടിച്ച് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ചു. പിന്നെ ഞാൻ ആ കുരുവാണ് അവിടോട്ട് പെറുക്കിയിടുന്നത്. അങ്ങനെ അവിടെ നിന്ന് കിളുക്കുവാണെങ്കിൽ കിളുക്കട്ടെ. ഇതിൻ്റെ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട്. അത് ഞാൻ അരിക്കകത്ത് എടുത്ത് വെച്ചേക്കുക. ഇനി എങ്ങാനും പഴുത്താലോ എന്ന് വിചാരിച്ച് നമുക്ക് നോക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് അത് പഴുക്കുമോ അതോ ചീഞ്ഞു പോകുമെന്ന് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ടൗണിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ ഭയങ്കര നോയ്സ് ആയത് കാരണം പിന്നെ ഞാൻ ഇതിപ്പോൾ ഓൺ വോയിസ് ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 3 വർഷമായി. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കവർ സോങ് ചെറിയ എൻ്റേതായിട്ടുള്ള രീതിയിൽ പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലി കിട്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇടയ്ക്കൊക്കെ അവൾ പറ്റുന്നുള്ളായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ജോലി റിസൈൻ ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 4-5 മാസമായി. അപ്പോൾ അപ്പോഴാണ് കുറച്ച് ഞാൻ ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫാമിലി ഒരു 1K ആയി നിൽപ്പുണ്ട്. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഈ ഇടുന്ന വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല. ഒരു 1, 2, 3 പേര് കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടോയെന്ന് ഇഷ്ടപ്പെട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടോയെന്ന് അറിയത്തില്ല. എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നൊക്കെയാണ് ഞാൻ അതിനകത്ത് പറയുന്നത്. പക്ഷേ ഭയങ്കര നോയ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്ലിപ്പ് മ്യൂട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്താണ്. ഇതെന്താ നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഈ പ്രൊഡക്റ്റ് ആകെ രണ്ട് പ്രൊഡക്റ്റേ ഉള്ളൂ. അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണ്. അത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താണ്. ഇതൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. അപ്പൊ അത് മേടിക്കാനാണ് ഞങ്ങൾ പോയത്. സെക്കൻഡ് വൺ വന്നിട്ട് ഞാൻ മീഷോന്ന് തന്നെ മേടിച്ചതാണ്. ഇങ്ങനെ വോളിലൊക്കെ ഹാങ് ചെയ്തിടുന്ന ഗുഡ് വൈബ്സ് ഓൺലി എന്ന് പറഞ്ഞിട്ടൊരു കോട്ട്സൊക്കെ ഉണ്ടായിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആദ്യമേ മേടിച്ച് വെച്ചിരുന്നതാണ്. പിന്നെ ഉള്ളത് ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയാം, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് മീഷോന്ന് മേടിച്ചതാണ്. ആ ലീവ്സ് അതിന് മറ്റേ ലൈറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. സ്പൈറൽ ചെയ്ത് ചുരുട്ടി വെച്ചേക്കാണ്. ഇതിങ്ങനെ
കത്തുമൊക്കെ ചെയ്യും സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ. വർക്കിംഗ് ആണ്. ഇപ്പോൾ ഒരു 1 ഇയറൊക്കെ ആയി. കുറച്ച് ടാസ്ക്കാണ്, എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കാരണം ഭിത്തിയിൽ നമുക്ക് ആണിയൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് പണിയാണ്. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഗുഡ് വൈബ്സ് ഓൺലി എന്ന് പറയുന്ന ആ ഒരു സംഭവം അവിടെ ഒരു സ്യൂട്ട് ആവാത്ത പോലെ തോന്നി. പിന്നെ ഞാനത് അവിടെ നിന്ന് മാറ്റി. അപ്പോൾ ഭിത്തിയിൽ എന്തായാലും ആണിയൊന്നും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഡ്രിൽ ചെയ്തിട്ട് വേണം ആണി വെക്കാൻ. അപ്പം ഞാൻ എങ്ങനെയൊക്കെ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് ഒരു വിധത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിലേക്കാണ് ഞാൻ ആക്കിയേക്കുന്നത്. ഫൈനലായിട്ട് ഞാൻ ഈ ഒരു ലുക്കിലേക്കാണ് ആക്കിയേക്കുന്നത്. ഡെഡായി ഗൈസ്. എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വയ്യ. ഇപ്പോഴത്തെ വെയിൽ അൺസഹിക്കബിൾ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യ വരുന്ന അതിൽ ചത്ത പോലെ. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നൈസായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഭയങ്കര ടയേർഡായി പോയ കാരണം കുറേയൊക്കെ ഇതിനകത്ത് മിസ് ചെയ്തു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.